നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലാസ് പ്ലാൻസ് ആർ ഓൾവേസ് ബെറ്റർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻസ് ആണ് നമ്മുടെ പ്ലാനിനെക്കാളും ബെറ്റർ എന്നൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണ നമ്മൾ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആ കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ആ എക്സ്പീരിയൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അത്രത്തോളം സറണ്ടേർഡ് ആയിരുന്നായിരിക്കും ആ സിറ്റുവേഷൻസിൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കാഞ്ഞപ്പോൾ പോലും, നമ്മുടെ പ്ലാൻസിനനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കാഞ്ഞപ്പോൾ പോലും നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നായിരിക്കാം, ഓക്കെ ബെറ്റർ പ്ലാൻസ് ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അത്രത്തോളം ന്യൂട്രലായി സറണ്ടേർഡായി നിന്നപ്പോഴായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലേ? നമ്മൾ എന്താവണം, ഓക്കെ പടച്ചോനെ ഇതിപ്പം ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതല്ല എനിക്ക് വേണ്ടത്, ഇതല്ല എൻ്റെ ഒരു റൂട്ട്, അല്ലേ? എന്നാൽ എനിക്ക് ബെറ്റർ പ്ലാൻസ് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നാൽ മാത്രമല്ലേ നമുക്ക് എളുപ്പത്തിൽ അത് കിട്ടുള്ളൂ. സോ എപ്പോഴും ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ 2 മാസം കൂടെ ഉള്ളു എൻ്റെ പ്രോബ്ലംസ്, ഈ 2 മാസം കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസ് വർക്കൗട്ടായി ഞാൻ എന്താ രക്ഷപ്പെടാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ 1 മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല, ഇത് വീണ്ടും ഡിലേ ആവുന്നുണ്ട്, കാര്യങ്ങളൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴും നമ്മൾ ഭയങ്കര ന്യൂട്രൽ ആയി നിന്നുകൊണ്ട്, സറണ്ടേർഡ് ആയി നിന്നുകൊണ്ട് ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.